ID 709 പാസ്വേഡ് 709. മുച്ചറി ഞാൻ ഇന്ന് பேங்க்ல இருந்து ட்ரான்ஸ்ஃபர் பட் கான்டாக்ட் കോച്ച് ഫോൺ അനക്ക് തന്നെ ആടെ. நீ ஒன்னும் பண்ணதல முச்சிரி, நீ ஒரு கேடி பையன் எனக்கு தெரியும். சைலண்டா കോച്ചിന്റെ ഇപ്പൊ മറ്റേ ടാക്സ് വലിക്കാതറിയോ? അധികം വർത്താനം പറയല്ലേ മുച്ചറി, നീ അധികം വർത്താനം നീ പറയല്ലേ നീ ടാക്സ് വലിക്കാതാണ്. നീ എന്നെ കൊറേ വലിപ്പിക്കല്ലേ നീ എന്നെ. സേവേജിന്റെ അഞ്ചതും എടുത്തോണ്ട് പോയിന് അവനെ ബ്ലാക്ക് മെയിൽ ആക്കിട്ട് എല്ലാം കൊണ്ടുപോയി അവന്. അടുത്ത സ്കാം ചെയ്യണം, ആയിട്ടില്ല. 6 വർഷം സിറ്റി 5 കൊല്ലം അല്ല 5 കൊല്ലായിന്ന് പറഞ്ഞാന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല. അഭിമാനല്ലേ അതല്ലോ. അടിവിനോട് പറഞ്ഞാലാ വെറുതെ നമ്മളെ പൈസ ആക്കിട്ട് തന്നിട്ടില്ല. കളത്തിനെ പറയാലോ 500 കോടി പോയെന്ന്. ആ പറയാ പൈസ ഉണ്ടാക്കാം, 2 ദിവസം പുറത്തു നിന്നാലും കുഴപ്പമില്ല. ചെയ്താലാ എങ്ങനെ പറ്റുന്നോ നിനക്ക് ഇങ്ങനൊക്കെ? പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഇന്ന് വേറെ കുറച്ച് ആൾക്കാർ കുറെ എക്സ്പെക്ട് ചെയ്ത്. അയ്യോ സത്യം. ടൂർണമെന്റും അടിച്ച് ഇനി ഫൈനൽ. നാളത്തെ മാച്ച് കിടിലുമായിരിക്കും കേട്ടാ. നാളത്തെ മാച്ച് CSK ഉണ്ട്, T47 ഉണ്ട്, KV ഉണ്ട്, എല്ലാരും ഉണ്ട്. നാളത്തെ മാച്ച് കുറച്ച് കിടിലുമായിരിക്കും. നാളെ നമുക്ക് നോക്കാം. വാച്ച് പാടി അവരുടെ കളി ഉണ്ടല്ലോ, നമുക്ക് വാച്ച് പാടി നോക്കാം. ഉണ്ടോ നോക്കാം. ബെല്ലാരി ഉണ്ട്, ബെല്ലാരി ഉണ്ട്, KTM ഉണ്ട്, എല്ലാരും കളിക്കും. അത് വിഷയ ലോബി കേട്ടോ. നാളത്തെ ലോബി കുറച്ച് വിഷയമാണ്. ബെല്ലാരി ഉണ്ട്, ഞാൻ സദ്യ ഓർത്തില്ല, പെട്ടെന്ന് ഓർത്തില്ല. ബെല്ലാരി ഉണ്ട്, ബെല്ലാരിയുടെ കാര്യം പെട്ടെന്ന് മറന്നുപോയി. ഞാൻ അവര് ടൂർണമെന്റ് കളിക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ലത്. AP അവിടെ പോയി ഗൈസ്. സത്യം പറയലോ, അവൻ ഇതിന്റെ പുറകെ കിടന്ന് ഓടുക കുറച്ച് ദിവസമായിട്ട് ഇവൻ അതിന്റെ പുറകെ കിടന്ന് ഇങ്ങനെ ഓടി ജയിച്ചുകൊണ്ടിരിക്കും. ഈ സെർവർ ഇങ്ങനെ ആയല്ല. അവന് ഈ സെർവർ ഇതിനകത്തോട്ട് മാറ്റിയപ്പോൾ ഗൈസ് ഒരുപാട് ഇഷ്യൂസ്. ഇന്നോട്ട് എൻ്റെ വായിന്ന് ഒരു ഇച്ചി പോകുന്ന ഒരു വാക്ക് തെറി പോലും വരൂല എൻ്റെ വായിന്ന് കേട്ടാ. വരൂലേ? കുതിരയോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. സത്യം പറ, ഇന്നോട്ട് കുതിരയോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. മോനെ കുതിരേ, എനിക്കറിയാം നിനക്ക് പാക്കറ്റ് ലോസ് ഇഷ്യൂ ഉണ്ടെന്ന്, എന്നാലും കുഴപ്പമില്ല, പോട്ടെ. അത് ഇതിൻ്റെ ഒരു കണ്ട കുതിരയ്ക്ക് കാര്യം മനസ്സിലായി. ഇന്ന് പവറാണല്ലോ, ഇന്ന് കുതിര പോയം. പുതിയ ഡീലർഷിപ്പ് അല്ലേ? ഇന്ന് പവർ കുതിര. സിൽക്കേ മോളെ വരാവേ ഇവിടെ തന്നെ വരാ കേട്ടോ. ഫാസ്മാമ ഇപ്പൊ വരാവേ. ഉമ്മ പിന്നെ നമ്മുടെ സ്വന്തം കുതിര കിടക്കണം കേട്ടാ. ഹലോ, ഡീലർഷിപ്പിന്റെ ആളാണോ? ഓക്കെ, എനിക്കൊരു വണ്ടി വേണമായിരുന്നു. ഏതാ? നമുക്ക് 130 CR നോക്കിയാലോ? 130 കോടി നോക്കാം. അത് തന്നെ നോക്കാം. 130 കോടി എന്നാണ് പറഞ്ഞ പുള്ളി. ഇതാണ് 130 CR ആണ് വണ്ടി. 130 അല്ലേ? ഇത് കൊള്ളാം. എന്നാ ഇത് തന്നെ നോക്കാം. ഇല്ല, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? H അടിച്ചാ മതി. അല്ലേ? എവിടെയായിരുന്നു? നമ്പർ ഓർത്ത് വെക്കട്ടെ കഴിച്ച്, നമ്പർ ഓർത്ത് വെക്കണേ. 7209 നമുക്ക് തിരിച്ചു തരണേ. 130 കോടിയോ ഈ വണ്ടിക്ക്?
എന്റെ ചെവി പോയതാണോ? ചന്ദ്ര 3 എടുത്ത് 105 കോടിക്ക്. ഗ്യാങ് ഫണ്ട് മൊത്തം ഈ പുണ്ടച്ചി അവന് സ്വന്തം വണ്ടി. അയ്യോ വാസവതിക്ക് നല്ലവനായ ചന്ദ്രൻ അത് 81 ഇതിലില്ലേ? അങ്ങനെ റേഡിയോ ആഡ് ഫ്രീക്വൻസി 81. ഇതിലും ഞാൻ മാത്രമേ ഉള്ളൂ, സിറ്റിയിൽ ആരും ഇല്ല വേറെ. ഈ ടെസ്റ്റ് ഡ്രൈവിന് സമയ ലിമിറ്റ് ഉണ്ടോ? 3 വണ്ടിക്ക് 300 കോടി. പോടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിക്ക് ടൈം ലിമിറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഒരു വണ്ടി എടുക്കുക, ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, കാര്യങ്ങൾക്കൊക്കെ പോവാ. ടൈം ലിമിറ്റ് ഉണ്ടല്ലേ? കള്ളന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഗൈസ്, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല കള്ളന്മാർക്ക്. TV അടിച്ചാൽ വരുമോ? TV അടിച്ചാൽ വരുമോ? T/TV ആണോ അതോ OC ആണോ? T/Xchat ആണോ? Xchat അങ്ങനെയാണേ പറഞ്ഞേ. മുടിഞ്ഞു പോ, ഒന്ന് ഓടിച്ചു നോക്കാൻ പോലും പറ്റിയില്ല. കേറാനും പറ്റൂല്ലേ? ഉച്ചറി എവിടെ? നീ ഇവിടെ 720 മറ്റേ ഇത് വണ്ടി മേടിക്കുന്ന ഡീലർഷിപ്പ്. വണ്ടി കിടില്ല കേട്ടോ, വണ്ടി കിടില്ല. ഇതിനെങ്ങനെയാണ് EMI ഓപ്ഷൻസ് ഉണ്ടോ അതോ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇല്ല, കോടികൾ ട്രാൻസാക്ഷൻ നടക്കുന്നതാണ്. നമുക്ക് ഈ ടാക്സ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ റെഡി പൈസ എടുക്കാത്തത്. അല്ല ഇതിൽ ഒരു 3 മേടിക്കാനാണ് ഞാൻ വന്നത്. ഇത് തന്നെ 3 കളറിൽ വേണമായിരുന്നു എനിക്ക്. കളർ നമുക്ക് ഇപ്പം കറക്റ്റ് കിട്ടത്തില്ല, കസ്റ്റംസ് വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. കസ്റ്റംസിൽ വന്നാലോ? ഓക്കെ, ഞാൻ 3-4 എടുക്കാം. അപ്പൊ ഇങ്ങനെ ഇത് സെറ്റ് ആക്കല്ലേ? ഇപ്പൊ ഞാൻ പൈസ എടുത്തിട്ട് വന്നില്ല, അതാണ് പ്രശ്നം. എന്റെ മറ്റേ അക്കൗണ്ടിലാണ് പൈസ കിടക്കുന്നത്. 2 അക്കൗണ്ട് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ആക്കാല്ലേ? പക്ഷെ എന്റെ ഫോൺ വീട്ടിലിരിക്കുക, ഫോൺ എടുക്കാൻ മറന്നുപോയി. ഡയറക്റ്റ് ബാങ്കിൽ പറ്റും. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റൂലേ? അടുത്ത ATM ഉണ്ട്. എന്നാ ഞാൻ പോയിട്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് വരാം. വെച്ചാ അപ്പം 4 വണ്ടി എന്ന് പറയുമ്പോ ടോട്ടൽ എത്ര CR ആണ്? 4 വണ്ടി എന്ന് പറഞ്ഞവരുണ്ട്. എന്റെ കയ്യിൽ എത്ര, അക്കൗണ്ടിൽ എത്ര ഉണ്ട്? 100,000, 10,000 lakh, എല്ലാ ക്രോർ 10 crore. 20 കോടിക്ക് ഒരു കുതിരയെ മേടിച്ചത്. നമുക്കൊരു 520 കോടിയാണ്. ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് തരാം. 520 കോടി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരും? നമുക്കൊരു ഡിസ്കൗണ്ട് 500 കോടിക്ക് 500 കോടിക്ക്. 500 കോടി അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് വേണേ. ഞാൻ പൈസ എടുത്തിട്ട് ഇതാ വരുന്നു. പൈസ കയ്യിലായത് മതി. അല്ലല്ല, ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് എന്റെ ഇതെല്ലാം മറന്നു. ഞാൻ അങ്ങോട്ട് പോയി, എനിക്ക് അവിടെ പിള്ളേരുടെ അടുത്തൊന്ന് ചോദിക്കണം. ഞാൻ അവരെ ഏൽപ്പിച്ചേക്കും, ആരെയും കളക്ട് ചെയ്യണം. ഓക്കെ. ഈ വഴിക്കോട്ട് ഈ നടക്കുന്ന കിടലൊരു കാറ്. നീകനാത്മാവ് ഇവിടെ ഉണ്ടായിരുന്നോ?
ഹലോ നികൻ സാർ എവിടെ? ഞാൻ ഡീലർഷിപ്പിൽ ഒരു വണ്ടി എടുക്കാൻ വന്നതാണേ. എനക്ക് വണ്ടി വാങ്ങി തരിക? ഞാൻ ഓൾറെഡി മേടിച്ചു കോച്ച്. എനക്ക് ഒരു വണ്ടി വാങ്ങി തരിക? വരണ്ട, ഇതോ വരാൻ പാസോ. ഇതാരോ ടെസ്റ്റ് ഡ്രൈവിന് എടുത്ത വണ്ടിയായിരുന്നു. അയ്യോ എന്റെ കുതിര മോനെ നിന്നെ നീ എന്റെ കുതിര ഇടിച്ചാ? ഇല്ലല്ലോ അത് കുതിര ഞാൻ നോക്കിയാന്ന് വസണ്ണന്റെ ആണ്. പിന്നെ എന്റെ കുതിരയല്ലേ ഇത്? ഞാനും മേടിച്ചു വസണ്ണ, എന്നിട്ട് എന്റെ കുതിര കാണുന്നില്ലല്ലോ. കുറച്ചിനാണല്ല. നിനക്ക് കുതിര കേറാൻ പറ്റുമോ? ഇല്ലല്ലേ. സിൽക്കേ നീ ഒന്ന് മാറുന്നേ, സിൽക്ക് ഇണങ്ങുന്നില്ല. സാറേ വണ്ടി നോക്കിയായിരുന്നല്ല കാറ്റലോഗില്. ഓ വണ്ടി നമ്മളാ ഏറ്റവും കൂടിയ വണ്ടി തന്നെ ഒരു 5 എണ്ണം എടുക്കാനുള്ള പ്ലാനാണ്. നമ്പർ പറ. 720. വാസണ്ണ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു നമുക്ക് നല്ല ഡിസ്കൗണ്ട് തരാം കേട്ടോ. ഓ ഉറപ്പായിട്ടും പൈസ എടുത്തിട്ട് കണ്ണ് വെച്ചിട്ട് ഇതെടുക്കേ. ഇതൊരു ട്രിക്കാണ്. ഇപ്പൊ പുതിയ സംഭവം ഇത്. എന്നിട്ട് അവിടെ ട്രാൻസ്ഫർ ഇല്ല, അത് അന്ന് എന്റെ ഐഡിയ ഇട്ടേ. അപ്പൊ കാണിച്ചത് 2 കുതിരയാണ്. മോനെ 709. നീ മാസിലെ മറ്റേ കുറുപ്പിടാനിയെ നീ സ്കാം അല്ലല്ല, രണ്ടെണ്ണാവും. എനിക്ക് ഒരെണ്ണത്തിന് തന്നെ എനിക്ക് മേക്കാൻ എനിക്ക് 2 വേണ്ട. അല്ലല്ല, ഒന്നാൾക്ക് കിട്ടും, ഒന്ന് വാസണ്ണന് നീ കിട്ടും. കുറുപ്പിടാനി സ്കാം ചെയ്ത് കണ്ടിട്ടാ മതി. എന്നെ സ്കാം ചെയ്ത് അല്ല കണ്ടിട്ടാ കോച്ചിനോട് ചോദിക്കാം. അല്ല കോച്ച് അങ്ങനല്ലേ ഒക്കെന്ന് പറയും. അങ്ങനെയാണ് കണ്ട. അതെ അല്ല വേണ്ട നമുക്ക് വണ്ടിയിൽ പോവാം. വാ ഞാൻ ഇവിടെ വന്ന കോച്ച് എന്നോട് കാര്യം പറയട്ടെ. വാ, ഇവിടെ അടുത്ത് എവിടെ ഗറാജ് വല്ലതും ഉണ്ടോ വണ്ടി എടുക്കാൻ പറ്റിയേ? സത്യം അറിയില്ല, നമുക്ക് ഇവനോട് ചോദിക്കാം. വാ കോച്ചിന്റെ വണ്ടി ഇവിടെ. വണ്ടിയുണ്ട്, എന്റെ വണ്ടിയുണ്ട്. ഇതാണോ? ഇത് നിങ്ങളുടെ ഒന്നും അല്ല, എടുത്ത് മോടിച്ചോണ്ടെന്നാ വന്നയാണേ. എന്തടാ എടടാ ഇത് അൺലോക്ക് എന്നാലേ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. ആ കേറാ വെച്ചേരി. പോവാല കോച്ച് ഇവിടുത്തെ വണ്ടിക്കൊക്കെ ഭയങ്കര വിലക്കുറവാകും കോച്ച്. ഞാൻ പറയണെങ്കിൽ 130 കോടിയാണ് ഒരു കാറിന് ചോദിക്കണേ. അന്നോട് ചോദിച്ചാ പോരെ, ഞാൻ എടുത്തരൂലേ. നിന്റെ പൈസ ഉണ്ടാ? അല്ല ഇപ്പല്ല, നാളെ. ഇന്ന് കുറച്ച് അത് എടുക്കണ്ടേ. ബാങ്കിൽ നിന്ന് അത്ര പൈസ എടുക്കാൻ കൊറേ പണിയുണ്ട്. ഞാൻ വലിയ മാസം എടുത്തിട്ട് 130 കോടി താടാ ഒരു വണ്ടിയിൽ മേടിക്കട്ടാ. ഞാൻ ഉനക്ക് 30 കോടി കൊടുക്കറേ ബാലു. ID 709 പാസ്വേഡ് 709. മുച്ചറി ഞാൻ ഇന്ന് ഡീസൽ ബാങ്കില് ട്രാൻസ്ഫർ பண்ணுமா? எப்படி பண்ணனும்? കോച്ച് 699. ഇത് എന്റെ കൈ തന്നാ ഞാൻ ബാങ്കിൽ പോവാ. വെയിറ്റ് ഇല്ല, ബാങ്കിലാ ഉണ്ട്. ഫോണിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഞാൻ നമ്പർ പറഞ്ഞുതരാം. എന്റെ നമ്പർ ബാങ്ക് ട്രാൻസ്ഫർ എയർ ഷെയർ ആപ്പ് ഉണ്ടാവും, സേവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിട്ടോ നീ മൂട് മുച്ചിരി கொஞ்ச நேரம் വെയിറ്റ് ചെയ്യ്. நான் கிட்ட வாங்கிக்கிறேன். ഞാൻ പോടുന്നല്ല. ബാങ്ക് പിന്നെ எப்படி பண்ணனும்? സ്വർ ഓക്കേടാ. ഫോൺ ഓർ പേഴ്സൺ ഫുൾ എമൗണ്ട് ബുള്ളോപ്പിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടേ. കോച്ച് അറിയാതെ പോലും ഇവന്റെ അടുത്ത് ഞെങ്ങി പോരുത്. വെയിറ്റ് ആക്ക്. അന്റെ പേര് പാസ്വേഡിന്റെ പേര് എന്റെ ഫോണിലുള്ള. വെയിറ്റ് ആക്ക്, അത് മാറ്റത്ത്. എന്താ ഒരു മിനിറ്റ് കോച്ച്, ഒരു മിനിറ്റ്. ട്രാൻസ്ഫർ ചെയ്യല്ലേ. എന്റെ പേര് ഇട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. നീ അല്ല പുച്ചിറി, എന്റെ ലെയറുണ്ട്. വാ നീ വന്നേ. ട്രാൻസ്ഫർ ആക്കുക കോച്ച്. നമ്പർ കൊട്. എന്തിനാണ് അതിനകത്ത് പറയണേ? നമ്പർ തന്നു, സേവ് ആയി നമ്പർ. നീ നമ്പർ കൊടുത്തതാ കോണ്ടാക്ട്സിലെ നമ്പർ ഇല്ല. കിട്ടിയോ? അവൻ കള്ളാണേ, അവൻ എന്നെയൊക്കെ വലിയ കള്ളനാണ് അവൻ. അവനെ ഒന്നും വിശ്വസിക്കുക ചെയ്യരുത്. അവരെ RP ചരിത്രത്തിൽ 200 കോടിയൊന്നും ആരും സ്കാം ചെയ്തിട്ടില്ല. അപ്പൊ കള്ളനാണ് അവൻ. എന്താ വാങ്ങാൻ ചേടാ? അവര് സെർവറിന്റെ കുറച്ച് പണിയും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് മേടിക്കാൻ പോവാൻ. മനസ്സിലായ? ഡ്രസ്സ് മാറ്റ്. വരുന്നുണ്ട് അടുത്തിട്ട് വരുന്നുണ്ട്. മുച്ചരി ആ വണ്ടി ഒന്ന് ഓഫ് ചെയ്തേ, അകത്ത് കയറിയിട്ട്.
പെട്രോള് അടിക്കാൻ പൈസ ഇല്ല ആ ഇപ്പൊ കോച്ച് ആ അയ്യോ യൂണിറ്റ് 10 ഒരു zero ഉണ്ടെടാ. കിട്ടി, അത്രേ ഉള്ളൂ, കിട്ടി. 4 കോടി അയച്ചത് இல்ல ஒரு நம்பர் மிஸ் ஆயிடா ஒரு நம்பர் மிஸ் ஆயிடு നീ മാറില്ലേ വെച്ചിരി മാറില്ലേ നിക്ക് പാസ്വേഡ് ഇല്ല ഹാക്കാ 1 മിനിറ്റ് എങ്ങനെയാ മാറ്റാൻ இது எந்த இது போக மாட்டேது நாட் எனஃப் பேலன்ஸ் வருது பட் കോച്ച് ഫോൺ അനക്ക് തന്നെ ആയിടാ நீ ஒன்னும் பண்ணதല്ല முச்சிரி நீ ஒரு கேடி பையன் எனக்கு தெரியும் சைலண்டா എന്റെ അമ്മോ എടീ ഇത് എത്ര ഉണ്ട് എന്റെ കയ്യിൽ യൂണിറ്റ് 10 100,000 10,000 lakh நான் பின்ன எல்லா இதையும் அனுப்பி வர மாட்டேங்குது കോച്ച് എന്റെ കയ്യിൽ ഒരു 20 കോടി ഉണ്ട് എന്തേലും ഉണ്ട് നോട്ട് ഇനഫ് മണി എന്നാണ് കോച്ച് ഇപ്പൊ പറഞ്ഞത് நாட் எனஃப் மணின்னு வருது ബാങ്കിൽ എത്ര ഉണ്ട് என்கிட்ட உண்டடா 2 3 ஐ மீன் லைக் 23 1 അത് ഫോൺ താ ഞാൻ ചെയ്യാ ഫോൺ താ ഞാൻ 10,000 lakh 10 lakh crore കോച്ച് ഇപ്പൊ 2 കോടി 99 ലക്ഷം രൂപയുടെ വീണ്ടും അയച്ചു ഇപ്പൊ എന്റെ ബാങ്കില് യൂണിറ്റ് ലിമിറ്റ് ഉണ്ട് ഫോണിൽ ചെയ്യാൻ ലിമിറ്റ് ഉണ്ട് ബാങ്കിൽ നിന്ന് പോയി എടുത്താ പോരെ ഇത് കോച്ചിന്റെ ഇപ്പൊ മറ്റേ ടാക്സ് വലിക്കാതെ അറിയോ അധികം വർത്താനം പറയല്ലേ മുച്ചിരി നീ അധികം വർത്താനം നീ പറയല്ലേ നീ ടാക്സ് വലിക്കുക അതാണ് നീ എന്നെ കൊറേ വലിപ്പിക്കല്ലേ നീ എന്നെ ടാക്സ് വലിക്കുമോ അള്ളാണ് ടാക്സ് വലിക്കും ഞാൻ അന്ന് കുറിപ്പിന്റെ ഇതാക്കിയ വേണ്ടി 20 കോടി ടാക്സേ കൊണ്ടുപോയി അള്ളാണ് വെറുതെ അല്ല 200 കോടി സ്റ്റാമ്പ് ചെയ്തിട്ട് 20 കോടി ടാക്സ് കൊണ്ടുപോയതാ എന്തിനായിട്ടാണ് നീ പറയണ നീ അത് അടിമി ഫോണിൽ നിന്നാ ഇട്ടേ ഞങ്ങക്ക് അടിമി എടുത്തിട്ടുണ്ട് അടിമി ഇതെന്താ അടുത്തത് എവ്വളോ വരുത് കോച്ച് വീണ്ടും ഒരു യൂണിറ്റ് 100,000 10,000 lakh 10 lakh അടിക്കുവേ കോച്ച് ഞാൻ ഇനി ജപ്പാനിൽ പോയത് ഞാൻ നോക്കൂല കേട്ടാ 22 நான் அதுல இருக்கிறதுல இருந்து 1000 மட்டும் சேவ் பண்ணி வச்சிட்டு மத்ததெல்லாம் அனுப்புறேன்டா உனக்கு യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 7 കോടി എന്റെ കയ്യിലൊരു 20 കോടി ഉണ്ട് 27 കോടി ആയതേ ഉള്ളൂ എടാ മുച്ചിറി പൈസ നാടാ കള്ളക്കടത്ത് ലൈവ് സ്ട്രീം അതാരും ലൈവ് സ്ട്രീം ചെയ്യുന്ന കള്ളക്കടത്ത് സേവേജ് ആയിരിക്കും ഇത് എവിടെ കാണാൻ പറ്റും അത് ലൈവ് സ്ട്രീം ആപ്പ് ഡൗൺലോഡ് ആക്കേ നോക്കട്ടെ സാവേജ് ஐ திங்க் லிமிட் இல்ல இதுல இருந்து ஸ்ட்ரைட் ആണ് இப்ப ஐயோ பறந்து வாசு சாரி ഇവനെന്താണോ കള്ളക്കടത്ത് வா பேங்க் ட்ரான்ஸ்ஃபர் பண்ணுவோம் பா അവിടെ പോവാം இதுல வரல இதுல நான் ஃபுல் அமௌண்ட் மாத்த முடியும்போது நாட் எனஃப் மணின்னு வருது பட் ஆனா என்கிட்ட இன்னும் 20 ഉണ്ട് അയ്യോ അച്ചിപ്പൊട്ടി ഡൊണേറ്റ് എടാ ഇത് നീയല്ലേ ലൈവ് ഇടുന്നേ അല്ല സേവേജ് ടു അക്സെപ്റ്റ് വരുത് അതെല്ലാം വിടാതെ സേവേജ് എടാ നാട്ടുകാരെ അറിയിക്കില്ലടാ ലൈവ് കട്ട് ചെയ്യടാ പ്ലീസ് എടാ ചെയ്ത് പൈസ തരും എത്ര പൈസ തരും ഇല്ല ബാങ്ക് പോവാം പോലീസല്ലേ ഇപ്പൊ എന്റെ കയ്യിലാ മറിച്ചെന്താ സാറല്ലോ കുറച്ച് പൈസ അങ്കറിനെ മുച്ചിറി എനിക്കൊരു 100 കോടി താടാ എന്റെ സേവേജിന് 263 CR അതറിയോ 263 CR ആറയില് സേവേജിന്റെ അന്റെ ഒന്നും എടുത്തോണ്ട് പോയി അവനെ ബ്ലാക്ക് മെയിൽ ആക്കിട്ട് എല്ലാം കൊണ്ടുപോയി അവന് അടുത്ത സ്കാം ചെയ്യണം ആയിട്ടില്ല 6 വർഷം സിറ്റി അടുത്ത ഏതാ ബാങ്ക് ഉള്ളത് അടുത്ത ബാങ്ക് മെയിൻ ബാങ്ക് തന്നെയല്ലേ വേറൊന്നുമില്ല മാർക്ക് ചെയ്യാ ഇത് ബാങ്ക് അല്ലേ ഇത് ബാങ്ക് അല്ലേ ബാങ്കിൽ പോ അത് ബാങ്കൊന്നല്ലത് ഇത് ഹോസ്പിറ്റലാ അത് ഷോപ്പ് ഞാൻ മാർക്ക് ഡോളറിനൊക്കെ ആ അതന്നെ ഇപ്പൊ 5 കൊല്ലം കൊച്ചുകൊണ്ടൊക്കെ മുക്കി തുടങ്ങിയേട്ടാ നിനക്കറിയാൻ ടെസ്റ്റ് ചെയ്തതല്ലേ ഇതൊക്കെ ഐക്യു ടെസ്റ്റ് അല്ലേ ടിവിയിൽ വന്നതിന് ശേഷം பட் வாசு இந்த காசு எதுக்காக வச்சிருந்த தெரியுமா எதுக்கு என்னைக்காச்சும் ஒரு நாள் இல்லடா வெண்ண என்னைக்காச்சும் ஒரு நாள் கேங் கேஷ் கொடுக்கணும் அப்படின்னு கூப்பிடுவல்ல அப்ப கொடுக்கணும்னு வச்சிருந்தேன் சரி ஓகே இப்ப கொடுத்துட்டேன் അതേ വേറെ ഗ്രൈൻഡ് ചെയ്യിപ്പിച്ചോളാം யாரும் செத்து ആരും ചത്തില്ല ഞാൻ ഒന്നും ചെയ്തില്ലേ 5 കൊല്ലം
ഏത് 5 കൊല്ലത്തിന് കണക്ക് പറയല്ലേ അല്ല 5 കൊല്ലായി പറഞ്ഞാന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല. അഭിമാനല്ലേ അതല്ലോ. പിന്നെ നിന്റെ വീട്ട് പിന്നെ അപമാനമാണെന്ന് വിചാരിച്ചോ? എന്നാലും എനിക്ക് മേപ്പിനെ കുറിച്ച് അറിയാം. ഇവൻ വാ തുറക്കുന്നതിനായിരുന്നു എന്റെ പ്രശ്നം കേട്ടോ. ഇപ്പൊ വാ തുറന്നു തുടങ്ങിയവൻ. ഇതെന്ത് കയ്യില് വല്ലോ പറയിച്ചേ. ഇതാ പെണ്ണ്. ഈ പെണ്ണിന്റെ എടുക്ക്. ഇതെന്താ അക്സെപ്റ്റ് അലോ കൊടുക്കണോ? ഈ പെണ്ണ് ചേഞ്ച് ആയല്ല, ഇങ്ങനല്ലാണല്ല മിനാന്ന്. വേറെ ലുക്കാനി. ബ്രോ ബോണ്ട് മാറ്റ്. എവിടെ ബോണ്ട്? എടാ എന്റെ ബോണ്ടൊന്നും ഇല്ല. എന്റെ ബോണ്ട് ഇല്ല. ബോണ്ട് എവിടെ ഉണ്ട്? എടാ ഈ ബോണ്ട് മാറ്റുന്ന എങ്ങനെയാ? ആര് ബോണ്ട് ആക്കിനാ ഇല്ല. പിന്നെ എങ്ങനെ മാറ്റുന്നേ? അല്ല എന്നാലും അത് എങ്ങനെയാ നോർമലി ചെയ്യണേ? ഇങ്ങോട്ട് വാ. നിനക്ക് ആൾട്ട് വെക്ക. ആൾട്ട് കളക്ടിങ് ബോണ്ട്. ഒന്നും കൂടെ കിട്ടിയ ബഗായി കിട്ടിയ കൊള്ളായിരുന്നല്ല. ഫെയിൽഡ് ടു കളക്ട് ബോണ്ട്, നോ പ്ലെയർ ഫൗണ്ട്. പറ്റിച്ചാണ്. അടിവിനോട് പറഞ്ഞാലാ വെറുതെ നമ്മളെ പൈസ ആക്കിട്ട് തന്നിട്ടില്ല. കളത്തിനെ പറയാലോ 500 കോടി പോയെന്ന്. ആ പറയാ പൈസ ഉണ്ടാക്കാം. 2 ദിവസം പുറത്തു നിന്നാലും കുഴപ്പമില്ല. ചെയ്താലാ എങ്ങനെ പറ്റണോ നിനക്ക് ഇങ്ങനൊക്കെ? 2 ദിവസല്ലേ. PC കേടായെന്ന് വിചാരിച്ചാ മതി.